ആ, എല്ലാവർക്കും ഒരു ഒരു സൂപ്പർ ഹിറ്റ് കഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ കല്യാണി പറഞ്ഞു കൊടുത്തതിൽ എല്ലാ സമയത്തും ഹിറ്റായിട്ടുള്ള ഒരു കഥ ഏതാണ്? ആ, അത് ഈ ഭൂതപ്പാട്ട് അതന്നെ ആയിരിക്കും അല്ലേ? അതെ. ആ. കാരണം അതാണ് ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കഥയും എല്ലാവർക്കും ഇഷ്ടമാണ് ആ കഥ കേൾക്കാൻ. അതിലൊരു ഒരു ഭയങ്കര ഒരു ഒരു നമ്മൾ കുറേ ഇമേജസ് എനിക്ക് തോന്നുന്നു വിഷ്വലി എവിടേക്കൊക്കെയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷ്വൽ രൂപമൊക്കെ. ഐ മീൻ ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് പക്ഷേ അതെനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഇമാജിനേഷനും ഭയങ്കര മിസ്റ്ററിയും ഒക്കെ ബിൽഡ് ചെയ്യുന്നത് അതായിരിക്കും അല്ലേ? കാരണം ചുള്ളിക്കമ്പ് ഇത് മറ്റേ കണ്ണ് കൊണ്ടുപോയി അതൊക്കെ പറയുന്ന അതൊക്കെ സമയത്ത് പറയും. കാരണം ഇപ്പം ഞാനും ഇങ്ങനെ പറയും, ഇന്നൊരു ഭൂതത്തിന്റെ കഥയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാവരും ഭൂതോ, അയ്യോ ഭൂതോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികള് ആ ആ ഒരു വലിയവർക്ക് പറയുമ്പോൾ അവർക്കതൊരു തിരിച്ചു പോക്ക് പോലാണ്. അവരുടെ പണ്ട് കേട്ട കഥ ഒന്നുകൂടെ കേൾക്കുന്ന സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. കുട്ടികൾ വളരെ എന്നിട്ടിങ്ങനെ ആ കഥ പറയുമ്പോഴത്തേക്കും കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കണ്ണടച്ചൊക്കെ ഇരിക്കും. ആദ്യം ഭൂതം വന്നു എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കും. എന്നിട്ടിങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ എന്നെ ഒന്ന് നോക്കും. എന്നാൽ ഞാൻ വലുതായിട്ട് അഭിനയിച്ചിട്ടൊന്നുമല്ല, എന്നാലും ആ കഥയുടെ ഒരു ഇതിൽ അവരിങ്ങനെ എന്നിട്ട് പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവരിങ്ങനെ ചിന്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇനി എന്താണ്. അപ്പം ഭൂതപ്പാട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ള അതിൽ കുറേ ഇമോഷൻസ് ഉണ്ട്. ഇപ്പം പിന്നെ കുട്ടികൾക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്. അവരാരോ കൊണ്ടുപോയി അമ്മയുടെ അവർ മാറി. അതിൻ്റെ അവസാനം ഞാനിങ്ങനെ പറയും ചെയ്യും, നമ്മളതുകൊണ്ട് പരിചയമില്ലാത്തവരുടെ അടുത്തൊന്നും പോവരുത്, അങ്ങനെ ആരെങ്കിലും വിളിച്ചാലൊന്നും നമ്മൾ പോവരുത്, അവർ തരുന്നൊന്നും വാങ്ങരുത്. ഞാൻ കുട്ടികളോട് ഇതാണ് അതിൻ്റെ ഒരു ഇതുപോലെ പറഞ്ഞൊന്ന് കൊടുക്കുന്നത്. എൻ്റെ ഉദ്ദേശം ഇതാണ്, കേരളവുമായിട്ട് കണക്ട് ചെയ്യുക, ആ കൾച്ചർ അവരെ മനസ്സിലാക്കിപ്പിക്കുക, അവർക്ക് ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഈ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ആണ് അവരെ നമുക്കൊന്ന് റൂട്ടഡ് ആക്കാൻ പറ്റുന്നത്. നമ്മൾ ഇതായിരുന്നു, നമ്മൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അവരെയും മനസ്സിലാക്കി. അല്ലെങ്കിൽ കഥകളൊക്കെ ഭയങ്കര ജനറൽ ആയി പോവില്ലേ? നമുക്ക് നമ്മുടെ കഥകൾ പറയുമ്പോഴാണ് നമ്മളെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളെ എനിക്ക് തോന്നിയിട്ടുള്ള നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് കാണുമ്പോഴും അവർക്ക് കണക്റ്റ് ആവും, അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. കഥ ഇങ്ങനെ പുതിയ കഥകൾ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഭയങ്കര രസമുള്ള കഥ ഉണ്ടായിരുന്നോ? ഈ കഥകൾ അന്വേഷിച്ച് പോകുന്നതിനിടയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ അരവിന്ദൻ ഇങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ഭയങ്കര വാലായിട്ട് ഇങ്ങനെ അക്രമമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ മോനോട് പറഞ്ഞു, നീ ഇനി കാണിച്ചുണ്ടല്ലോ പണ്ടാരം വരും എന്ന് പറഞ്ഞു. പണ്ടാരം വന്നാൽ പണ്ടാരം പിടിച്ചോണ്ട് പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴാണ് ആക്ച്വലി ഈ പണ്ടാരത്തിനെ എനിക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. അന്നാണ് അച്ഛൻ എൻ്റെ മോനോട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അച്ഛൻ എന്ത് പണ്ടാരം വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പണ്ടാരത്തിനെ പറ്റി എന്നോട് പറയുന്നത്. അപ്പോൾ പണ്ട് ഈ തിരുവനന്തപുരം സൈഡിലാണ്, തിരുവനന്തപുരത്ത് പണ്ട് ഇങ്ങനെ ഒരാൾ വരും. എൻ്റെ സമയത്തൊന്നും ഇല്ലായിരുന്നു, എൻ്റെ അച്ഛൻ്റെ ഒക്കെ സമയത്ത്, അച്ഛനൊക്കെ കുട്ടിയായിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ പണ്ടാരം ഒരു അപ്പൂപ്പനെ പോലെ ഒരു വയസ്സായ ഒരാളാണ് വരുന്നത്. ഈ പുള്ളി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ മണി അടിച്ചാണ് വരുന്നത്. മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് പോലെ ഒരു സാധനം ഇങ്ങനെ അതിൽ അടിച്ചിട്ടോ അങ്ങനെ എന്തോ ആണ് ഈ പണ്ടാരം വരുന്നത്. ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു മണിയടി ശബ്ദമാണ് കേൾക്കുന്നത്. ഒരു മണിയൊച്ചയോടുകൂടി പണ്ടാരം വരും. എന്നിട്ട് പണ്ടാരം ചോദിക്കും, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടോ, സ്കൂളിൽ പോവാത്ത കുട്ടികളുണ്ടോ, കള്ളം പറയുന്ന കുട്ടികളുണ്ടോ എന്നൊക്കെ ഈ പണ്ടാരം ചോദിച്ചുകൊണ്ട് വരും. അപ്പം അച്ഛൻ പറയുന്നത് ഈ മണിയടി കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനും ഒരു പേടിയാണ്. പലരും പോയി ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ അമ്മയും അമ്മൂമ്മമാരും ഒക്കെ വീട്ടിലുള്ളവരൊക്കെ എല്ലാ പിള്ളേരെയും വിളിച്ച് അവിടെ കൊണ്ട് നിർത്തും. നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ പണ്ടാരം അവരൊക്കെ വന്നു എന്നറിയുമ്പോഴത്തേക്കും ഈ പണ്ടാരം അവിടെ ഇപ്പോൾ ഒരു ചെമ്പരത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയുടെ ഇടയിൽ പോവും. എന്നിട്ട് ഒന്ന് കുനിഞ്ഞ് ഒന്ന് നൂരും. നൂരുമ്പോഴത്തേക്കും ഒരു മുഖം മൂടി പോലെ ഒരു ഇത് വെച്ച് ഒരു രൂപം വരും. അപ്പം അത് പേടിക്കുന്നൊരു രൂപമാണ്. ഞങ്ങളുടെ ആ സൈഡിലൊക്കെ അതൊരു ഹനുമാന്റെയും
പേടിക്കുന്ന ഹനുമാൻ ഒരു ഹനുമാന്റെ രൂപം, ഹനുമാൻ പണ്ടാരം എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹനുമാന്റെ ഒരു രൂപം ഇങ്ങനെ വരും. എന്നിട്ട് ഒന്നുകൂടി ചോദിക്കും, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടോ, സ്കൂളിൽ പോവാത്ത കുട്ടികളുണ്ടോ, കള്ളം പറയുന്ന കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛൻ പറയും, അപ്പം അമ്മൂമ്മയും ഒക്കെ ഇങ്ങനെ ഒന്ന് നോക്കും, പറയണോ ഇപ്പം പറയണോ, അപ്പോൾ നമ്മൾ പറയല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് പറയും, ഓ ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ ഇല്ല, ഇവിടെ നല്ല പൊന്നു മക്കളേ ഉള്ളൂ എന്നൊക്കെ പറയും. ഉടനെ തന്നെ ഈ പുള്ളി അവരെ അനുഗ്രഹിക്കുമ്പോഴത്തേക്കും നമ്മൾ പണവും അരി അങ്ങനെ പൈസ ഒക്കെ കൊടുക്കും, പുള്ളി അങ്ങ് പോവും. ഇതെനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും നമ്മൾ ഈ ചോറൊക്കെ വാരി കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയല്ലോ, മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ആരോ ഒന്ന് ഇങ്ങനെ പല സ്ഥലത്ത് പല പല കഥ, പല പല പേരുകളായിരിക്കും.